മലയാള പ്രേക്ഷകരെ എല്ലാവരെയും ഒരേപോലെ രസിപ്പിക്കുന്ന, ഒരേപോലെ ഇഷ്ടപ്പെടുന്ന ഒരു പരിപാടിയാണ് ബിഗ് ബോസ്. ബിഗ് ബോസ് സീസൺ 7 മത്സരാർത്ഥിയായ 14ാമത്തെ കണ്ടസ്റ്റന്റായി എത്തിയതാണ് ഷാനവാസ് ഷാനു. കുങ്കുമപ്പൂവ്, സീത തുടങ്ങിയ പരമ്പരകളിലൂടെ ശ്രദ്ധേയനായ താരം ബിഗ് ബോസിലേക്ക് എത്തുകയായിരുന്നു. പ്രേക്ഷകരുടെ വലിയൊരു സപ്പോർട്ട് തന്നെ ഷാനവാസിനുണ്ട്. സീരിയൽ അഭിനയിക്കുന്ന സമയത്ത് പ്രേക്ഷക പ്രശംസയെല്ലാം ഒരുപാട് നേടിയെടുത്ത താരം തന്നെയാണ് ഷാനവാസ് ഷാനു. എന്നാൽ ബിഗ് ബോസിലേക്ക് എത്തിയ ശേഷം 3 ദിവസം പിന്നിട്ടിട്ടും വലിയ രൂപത്തിലുള്ള പ്രകടനം കാഴ്ചവെക്കാൻ സാധിച്ചിട്ടില്ല എന്ന് തന്നെയാണ് പ്രേക്ഷകരുടെ ഭാഗത്തു നിന്ന് വരുന്ന അഭിപ്രായങ്ങൾ. അനാവശ്യമായി വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു കഥാപാത്രമാണ് ഷാനവാസിൻ്റെത് എന്നാണ് സഹ മത്സരാർത്ഥികൾക്കുമുള്ള അഭിപ്രായം. എന്നാൽ ഇപ്പോൾ ഇതാ ഗുരുതരമായ ഒരു രോഗത്തിൽ പിടിയിലാണ് ഷാനവാസ് എന്ന വാർത്തയാണ് മുൻ ബിഗ് ബോസ് താരം കൂടിയായ സായി കൃഷ്ണ പുറത്തുവിട്ട വാർത്തയിൽ പറയുന്നത്. പുറത്തുനിന്ന് കാണുമ്പോൾ അദ്ദേഹം വളരെയധികം ഹെൽത്തിയാണ് എന്നും, എന്നാൽ യാഥാർത്ഥ്യം അങ്ങനെയല്ല എന്നുമാണ് സായി കൃഷ്ണ പറയുന്നത്. വരുന്ന കുറച്ച് ദിവസം ഷോയിൽ നിന്നും നടനെ മാറ്റി നിർത്താനുള്ള സാധ്യതയും ഒരുപാടുണ്ട് എന്നാണ് സായി കൃഷ്ണ വെളിപ്പെടുത്തിയത്. അദ്ദേഹത്തിന്റെ ഹെൽത്ത് കണ്ടീഷൻ മോശമായി പോവുകയാണെങ്കിൽ അദ്ദേഹത്തിന് വീട്ടിൽ നിന്നും മാറ്റി നിർത്തി പിന്നീട് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ചികിത്സയെല്ലാം തന്നെ കഴിഞ്ഞ് വീണ്ടും ബിഗ് ബോസ് വീട്ടിലേക്ക് പറഞ്ഞുവിടാനുള്ള സാധ്യതയും ഒരുപാടുണ്ട് എന്ന് തന്നെയാണ് സായി കൃഷ്ണ വെളിപ്പെടുത്തിയത്. ഇന്നലെ ഷാനവാസ് ഉറക്കുന്ന രംഗം കണ്ട് എല്ലാവരും സ്വാഭാവികമായി തന്നെ അദ്ദേഹം ഉറങ്ങുകയാണ് എന്നായിരിക്കും വിചാരിക്കുക. എന്നാൽ ഷാനവാസിനെ എനിക്കറിയാം. ഷാനവാസിന് ക്രിട്ടിക്കലായ ഒരു ഹെൽത്ത് കണ്ടീഷൻ ഉണ്ട്. അദ്ദേഹത്തിന്റെ ശരീരപ്രകൃതി കണ്ട് അദ്ദേഹം വളരെയധികം ഹെൽത്തിയാണ് എന്നൊരിക്കലും തോന്നരുത്. അദ്ദേഹത്തിന്റെ അസുഖം എന്താണെന്നും അതിനെപ്പറ്റിയുള്ള കൂടുതൽ വിവരങ്ങളെല്ലാം തന്നെ അദ്ദേഹം തന്നെ ലൈഫ് സ്റ്റോറിയിൽ പറയും എന്നും സായി കൃഷ്ണ വെളിപ്പെടുത്തി. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കിയാൽ മതിയെന്നും, ഞങ്ങളായിട്ട് അതെന്താണെന്ന് പറയുന്നില്ല എന്നും അപ്പോൾ നിങ്ങൾ എല്ലാം തന്നെ മനസ്സിലാക്കും എന്ന് തന്നെയാണ് സായി കൃഷ്ണ വെളിപ്പെടുത്തിയത്. ദിവസം തോറും ഒരുപാട് മരുന്നും ഗുളികകളും കഴിക്കുന്ന ഒരു വ്യക്തിയാണ്. പുറത്തു നിന്ന് കാണുമ്പോൾ അദ്ദേഹം വളരെയധികം ഹെൽത്തിയാണ്. അദ്ദേഹത്തെ കൊണ്ട് മാനേജ് ചെയ്യാൻ പറ്റും എന്നതുകൊണ്ട് തന്നെയായിരിക്കും അദ്ദേഹം ബിഗ് ബോസിലേക്ക് പോയതും. അതേപോലെ തന്നെ ബിഗ് ബോസിനും അദ്ദേഹത്തെ മാനേജ് ചെയ്യും എന്ന വിശ്വാസമുള്ളത് കൊണ്ട് തന്നെയായിരിക്കും ബിഗ് ബോസിലേക്കും അദ്ദേഹത്തെ വിളിച്ചത്. അല്ലാതെ ബിഗ് ബോസ് ടീം ഇത്രയും വലിയൊരു റിസ്ക് എടുക്കാൻ തയ്യാറാകില്ല എന്നാണ് സായി കൃഷ്ണ വെളിപ്പെടുത്തിയത്. മത്സരാർത്ഥിയായി എത്തുന്ന വ്യക്തിക്ക് ഫുഡ് വളരെയധികം കുറവ് തന്നെയായിരിക്കും. അതേപോലെ തന്നെ ഉറക്കവും കുറവായിരിക്കും. വലിയ രൂപത്തിലുള്ള ടാസ്കുകളും ഉണ്ടാകും. ഓട്ടം, ചാട്ടം തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ ചെയ്യുമ്പോൾ കിതപ്പടക്കമുള്ള ഒരുപാട് കാര്യങ്ങൾ വരും. മാത്രമല്ല വലിയ രൂപത്തിലുള്ള ടാസ്കുകളാണ് ഇപ്രാവശ്യം ബിഗ് ബോസിൽ കാണാൻ സാധിക്കുക. അതുകൊണ്ട് തന്നെ എൻഡ്യൂറൻസ് ടാസ്കുകളെല്ലാം തന്നെ കൂടുതൽ വരുമ്പോൾ ഷാനവാസിന് അത് വലിയൊരു ബുദ്ധിമുട്ടായി മാറും. അദ്ദേഹത്തിന്റെ അവസ്ഥ മോശമായി പോയേക്കാം. അദ്ദേഹത്തിന്റെ ഒപ്പം കളിക്കാൻ അദ്ദേഹത്തിന്റെ വീട്ടുകാർക്കും പ്രശ്നമാകും. അതുകൊണ്ട് തന്നെ ഈ ആഴ്ച ചിലപ്പോൾ ഷാനവാസിനെ ഒന്ന് മാറ്റി നിർത്തിയേക്കാം. അതിനുശേഷം അദ്ദേഹത്തെ തിരിച്ചു വിളിക്കുമായിരിക്കും. ലൈവിൽ മത്സരാർത്ഥികൾക്കിടയിലും അങ്ങനെയൊരു സംഭാഷണവും വന്നിട്ടുണ്ട്. സീത എന്ന സീരിയലാണ് ഷാനവാസിനെ അത്രയധികം പ്രേക്ഷകർക്കിടയിൽ ഇഷ്ടതാരമാക്കി മാറ്റിയത്. ഷാനവാസിനെ ബിഗ് ബോസിൽ ജയിപ്പിക്കാൻ കഴിയുമെന്ന് തന്നെയാണ് ഷാനവാസും പ്രതീക്ഷിക്കുന്നത്. എന്നിരുന്നാലും ഇതിനെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്ത് പറയുക. വാർത്തകളും വിശേഷവും എത്രയും പെട്ടെന്ന് അറിയാൻ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്ത് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഫ്രണ്ട്സ്.